ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റിച്ച് നടക്കാനല്ലാതെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്താ അറിയാ? അതൊക്കെ പഴയ കാലം. എല്ലാം പുരോഗമനമായി പോയില്ലേ, ആരനുസരിക്കാൻ. ഇവരൊക്കെ ഞാൻ ഇളയച്ചൻ സോമൻ തമ്പുരാൻ, നിലമ്പൂർ എസ്റ്റേറ്റ് ആണ്. ഞാൻ മൂത്ത അമ്മാവൻ മഹേശ്വരൻ തമ്പുരാൻ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ. ഞാൻ ഇളയമ്മാവൻ ഡോക്ടർ രാജൻ, ലണ്ടനിലാണ്. നമ്മള് സംസാരിച്ചങ്ങ് ഇരുന്നു പോയി. ഇനി കാര്യത്തിലേക്ക് കിടക്കണ്ടേ? കുട്ടിയെ കാണണ്ടേ? യശോദേ, മോളെ വിളിച്ചോളൂ. വിഷ്ണു, നിനക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ. ശരി, പറഞ്ഞ പോലെ നിങ്ങൾ അകത്തുപോയി സംസാരിച്ചോളൂ. ചെല്ലു. വിഷ്ണുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? 1990 ഓഗസ്റ്റ് 5. ജയശ്രീയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1993 ഡിസംബർ 23 5 PM. 5 PM. എൻ്റെ ജെസ്സി മരിച്ച അതേ ദിവസം, അതേ സമയം. ഇവൾ എൻ്റെ ജെസ്സിയാണോ? ഇവളുടെ അമ്മാവനാകാനാണോ ഈ ജന്മത്തിലെ എൻ്റെ യോഗം? അതോ ഇത് പുനർജന്മമാണോ? എൻ്റെ ജെസ്സിയുടെ പുനർജന്മം. ഒരു മുജ്ജന്മ ബന്ധം കാണുന്നു. കൂടുമാറ്റം എന്ന് പറയും. കണക്കിൽ അത്രയ്ക്കൊരു സൂചന കാണുന്നു. അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ശർമാജി പറഞ്ഞത് ശരിയായി. ഭദ്രൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അമ്മാവ, ജയശ്രീയുടെ അച്ഛനോട് വിവാഹ തീയതി കുറിച്ചു കൊള്ളാൻ പറ. അടുത്ത നല്ല മുഹൂർത്തം നോക്കി നമുക്ക് ഈ വിവാഹം നടത്താല്ലേ? എല്ലാം ഭദ്രന്റെ ഇഷ്ടം പോലെ. അപ്പോ ഗുരുവായൂർ വെച്ച് കല്യാണം. നല്ല മുല്ലപ്പൂവിന്റെ മണം. രാത്രികാലങ്ങളിൽ കാമദേവനെ വിളിച്ചു വരുത്തുന്ന പൂവാണ് മുല്ലപ്പൂ.
എന്ത് പറ്റി വിഷ്ണുവേട്ടാ? ഒരു തളർച്ച പോലെ. ഹോസ്പിറ്റലിലെങ്ങാനും പോണോ? അതൊന്നും വേണ്ട, വാ നമുക്ക് എടുക്കാം. ചായ. ഇന്നലെ ഉറങ്ങിയില്ലല്ലേ? വിഷമിക്കണ്ട കേട്ടോ, ആദ്യം ആയതുകൊണ്ടാകാം. പാപ്പച്ചനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഒരു കോളേജ് ലെക്ചറായ എന്നെ ആർക്കും വീഴിക്കാൻ പറ്റിയില്ല. ഒരു കുട്ടിയുടെ അഡ്മിഷൻ എന്നും പറഞ്ഞു വന്ന് പാപ്പച്ചൻ എന്നെ കീഴടക്കിയില്ലേ? ഇന്ന് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞ നാളെ ഞാൻ എന്റെ ഭർത്താവിനെ മക്കളെ ഉപേക്ഷിച്ചിട്ട് പാപ്പച്ചനെ വിവാഹം കഴിക്കും. കൊള്ളാം, ഭർത്താവും മക്കളുള്ള നീയുണ്ടല്ലോ, എന്നെ കെട്ടാനും നടക്കണ്ട, കേട്ടി ആരുടെ പുറകെ പോവുകയും വേണ്ട. കേട്ടോടി അവളുടെ ഒരു ശൃംഗാരം.